ഞാൻ പോലീസ് വണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം തന്നെ കാണുന്നത്. പോലീസുകാർ ഇവിടുന്ന് ഓടണ കണ്ട് ഞങ്ങളും അവിടെ ചെന്നപ്പോൾ കാണുന്ന സംഭവം ഇതാണ്. ബോഡി തലയില്ലാതെ കിടക്കണം. ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല. ഇത് പുള്ളിയുടെ ഈ മരിച്ച ആളുടെ 2 വീലർ വരെ അവിടെ ഇരിക്കേണ്ടത് തൊട്ടടുത്ത്. ഒരു മനുഷ്യന് ഇത് പറഞ്ഞിട്ടില്ല, ഒച്ചയും കേട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ചൊവ്വാഴ്ച, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 13, അന്ന് വൈകിട്ട് 7:30 മണിയോടുകൂടിയാണ് കുണ്ടന്നൂർ ജംഗ്ഷനിൽ ഈ ഭാഗത്ത് വെച്ച് അപകടം ഉണ്ടായത്. മരിച്ചത് റിട്ടയർഡ് KSRTC ഡ്രൈവർ എളമക്കര സ്വദേശി സുധീഷനാണെന്ന് പിന്നീട് വ്യക്തമായി. എന്നാൽ ഇവിടെ CCTVയോ ദൃക്സാക്ഷികളോ ഒന്നും ഇല്ലാത്തതിനാൽ ഇടിച്ചിട്ട വാഹനം ഏത് എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു പിടിയും ഉണ്ടായില്ല. അവിടെയാണ് ഒരു വീലടയാളം നിർണായകമായത്. അതിൽ പിടിച്ച് പോലീസ് തുടങ്ങി. സംഭവം ഉണ്ടായ ഉടനെ തന്നെ സ്പോട്ടിൽ പോലീസ് എത്തുകയും ആ പോലീസ് അവിടെ കിടന്ന് രക്തം തളം കെട്ടി നിൽക്കുന്നു. ആ തളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിലൂടെ വീല് കയറി ഇറങ്ങിയതിൻ്റെ പാടുകൾ കാണുകയും ചെയ്തു. ആ വീൽ മാർക്ക് നമുക്ക് നന്നായിട്ടത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഈ പ്രതിയിലേക്ക് എത്താൻ എളുപ്പമായി. വലിയ ടയറുള്ള വാഹനം കയറിയാൽ മാത്രമേ ഇപ്രകാരം മനസ്സിലാവും. സിമെന്റ് അവിടെ ഉള്ളതാണ്. കാര്യസ്ഥിരമായിട്ട് വണ്ടി ഓടുന്ന റൂട്ടും അതുപോലെ പാർക്ക് ചെയ്യുന്നതുമായ ഒരു സ്ഥലമാണ് അത്. ഇങ്ങനെയാണ് സിമന്റ് കൊണ്ടുപോകുന്ന ഭാരവണ്ടിയാണ് അപകടത്തിന് കാരണമെന്ന സുപ്രധാന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. സമയം അടിസ്ഥാനപ്പെടുത്തി മറ്റിടങ്ങളിലെ CCTV ശേഖരിച്ചതിനൊപ്പം സിമന്റ് ഗോഡൌണുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം വണ്ടി തിരിച്ചറിയാൻ സഹായിച്ചു. പിന്നാലെ ലോറി ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി സുനീഷിന്റെ അറസ്റ്റ്. നേരത്തെ അപകടമുണ്ടായതിനു ശേഷം അല്പദൂരം മാറ്റി വണ്ടി നിർത്തി ലോറി ഡ്രൈവർ സുനീഷ് സംഭവസ്ഥലത്തെത്തിയിരുന്നു. ഇടിച്ച വണ്ടി ഏതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലെന്നുറപ്പിച്ച ഇയാൾ പിന്നീട് അവിടെ നിന്നും കടക്കുകയായിരുന്നു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന വിശ്വാസത്തിൽ വാഹനം കഴുകി മറ്റ് തെളിവുകളും ഇല്ലാതാക്കി. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ലോഡെടുക്കാൻ ഐലൻഡിൽ എത്തിയപ്പോഴാണ് പോലീസ് വലയിലാകുന്നത്. പാലത്തിനരികെ ലോറി നിർത്തി ചായ കുടിക്കാൻ പോയ സുനീഷ് തിരിച്ചുവന്ന് വണ്ടിയെടുത്തപ്പോഴാണ് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്ന സുധീഷനെ ഇടിച്ചതെന്നാണ് പോലീസിന് വ്യക്തമായത്. കുറ്റകരമായ നരഹത്യ ചുമത്തിയാണ് സുനീഷിനെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ അന്വേഷണ മികവും കൂട്ടായ പ്രവർത്തനവുമാണ് കൊലയാളി വണ്ടിയെയും ഡ്രൈവറെയും വേഗത്തിൽ പിടികൂടാൻ ഇടയാക്കിയത്. പ്രതി എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തെളിവിന്റെ ഒരു അംശം അവിടെ നിലനിന്നു. അത് തിരിച്ചറിഞ്ഞിടത്താണ് പോലീസിന്റെ വിജയം. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.